പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ പേര് വിസ്മയ. ഇത് എൻ്റെ അമ്മ പങ്കജം. കീബോർഡ് വായിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ മഹാനങ്കിൾ. ഗ്രാഫേ മീഡിയ എന്ന പേജിൽ ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന പ്രിയ AY തോമസ് പാസ്റ്റർ അങ്കിളിനോടും ടീമിനോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഈ പേജിൽ കൂടെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഈ ആരാധന ഒരു അനുഗ്രഹമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ആരാധന സെഷൻ തുടങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്നിടത്തും ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും ദൈവമക്കൾക്കും പ്രത്യേകിച്ച് ഗ്രാഫി മീഡിയ ഇതിൻ്റെ അഡ്മിൻസിനും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് ഞങ്ങൾക്ക് പാടുവാൻ കർത്താവ് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളിലേക്ക് ഒഴുകി വരണം കർത്താവെ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കൂടി വ്യാപരിച്ച് ഇതെവിടെയൊക്കെ ആരൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യുന്നു അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ ദൈവം സംസാരിക്കുമാറാകണമേ. അവർക്കതൊരു അനുഗ്രഹമായി തീരുമാറാകണം, അവർക്കൊരു വിടുതലിന് കാരണമായി തീരണം. ഇതിന് ശേഷം ഇത് കാണുന്നവർക്കും ഇതൊരു അനുഗ്രഹമായി തീരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ അവർക്കിടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നപ്പാ, ഞങ്ങളെ കർത്താവേ അങ്ങയുടെ ചെറുകൻ മറവിൽ മറയ്ക്കണം. ഞങ്ങളെ കർത്താവേ അങ്ങ് കരുതണം. ഹല്ലേലൂയ. പൂർണ്ണമായും സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം അർഹതയുള്ള സ്ഥാനത്തേക്ക് വിളിച്ചു വേർതിരിച്ചു. ഇതെൻ്റെ ടെസ്റ്റിമണിയാണ്. ചേറ്റിൽ കിടന്നിരുന്ന എന്നെ ആ പൊൻകരം നീട്ടിയെടുത്ത് കർത്താവിൻ്റെ ആ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത് ആ മാറോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹത്തെ ഓർത്ത് എത്ര നന്ദി ചൊല്ലിയാലും മതിയാകത്തില്ല. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഇത്രമാത്രം സ്നേഹിക്കാൻ എന്നിൽ എന്താ കണ്ടതെന്ന് എനിക്കറിയില്ല. ഈ എൻ്റെ എല്ലാ അവസ്ഥകളെയും അറിഞ്ഞ് ഒരു അർഹതയും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് നിന്ന് വിളിച്ചു വേർതിരിച്ച് ഇന്ന് ഈ സ്ഥാനത്ത് കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് ഇരുത്തിയ സ്ഥാനത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. വീണ്ടും ഈ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരോടും ദൈവം സംസാരിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഒന്നിച്ച് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. യോഗ്യത എന്നിൽ
മധുരമേ വറ്റാത്ത ഉറവയേ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു നമുക്ക് വീണ്ടും പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. കർത്താവിൻ്റെ വിശ്വസ്തത ഓർക്കുമ്പം നമ്മളെ രാത്രിയിലെന്നോ പകലെന്നോ എന്ന് സമയവ്യത്യാസമില്ലാതെ ഓരോ നിമിഷവും കർത്താവ് നമ്മളെ കാക്കുന്ന ആ വിശ്വസ്തതയ്ക്ക് മുമ്പിൽ നമുക്കൊരു യോഗ്യതയുമില്ല, എങ്കിലും യോഗ്യതയുള്ളവരാക്കി നമ്മളെ തീർത്ത് നമ്മളെ കാത്തുപരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ചാൽ അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ചാൽ മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരുമവൻ മാനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരുമവൻ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും യേശുനാഥന്റെ വരവടുത്തുപോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തുപോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും അബ്രഹാമിന്റെ ദൈവം വിശ്വസ്ത
മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നോൻ, അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ. മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നോൻ, ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. നമ്മുടെ കർത്താവ് നമ്മൾ ആ ചങ്കു പിളർന്ന് നമുക്ക് നമ്മുടെ പാപങ്ങൾ നീക്കി നമ്മളെ ആ ചങ്കിനോട് ചേർത്ത് പിടിച്ചാണ് നമ്മളെ നടത്തുന്ന ഓരോ ദിവസവും. നമ്മൾ ആ സ്നേഹം അറിയണം, എന്തിനാണ് നമ്മളെ നടത്തുന്നതെന്നുള്ളത്. നമ്മൾക്ക് ഒരു നിത്യതയുണ്ട്, അതിലേക്ക് നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നതാണ് ആ കർത്താവിൻ്റെ ആ സ്നേഹം. വീണ്ടും കർത്താവിനെ പാടി ആരാധിക്കാം. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി, ചങ്കിനോട്
കർത്താവിന് തുല്യമായി ആരുമില്ല. വേറൊരു ദൈവവും നമുക്കില്ല. ഒരേ ഒരു ദൈവം മാത്രം. കർത്താവിനെ മാത്രമേ നമുക്ക് വണങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങേക്ക് തുല്യമായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. നിൻ്റെ കർത്താവിൻ്റെ മുൻപിൽ മാത്രം, ജീവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം നമ്മൾ നമ്മുടെ തലകളെ വണക്കണം. നമുക്ക് വീണ്ടും കർത്താവിനെ പാടി ആരാധിക്കാം. നീയല്ലാതെ
രാജാതിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ.
അളവില്ലാതെ നമ്മളെ അധികമായി നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം മാത്രമേ നമുക്ക് വർണ്ണിക്കാനുള്ളൂ. കർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ അധികമായിട്ട് നമുക്ക് വേറൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോഴും നമ്മൾ തനിച്ചായിരിക്കുമ്പോഴും നമ്മളെ എല്ലാവരും വിട്ടുപോകുമ്പോഴും നമ്മളെ തേടി വന്ന സ്നേഹം, ആ കർത്താവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിന് അളവില്ല. അളവ് കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ ആ സ്നേഹത്തെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം.
നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് നാളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നു. നാളത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും നമ്മൾ ആകുലതയെ നമുക്ക് വേണ്ട. ആ വഴികളെല്ലാം കർത്താവ് നോക്കിക്കോളും. ആ പ്രത്യാശയോടെ, ആ ഒരു സന്തോഷത്തോടെ നമ്മൾക്ക് വീണ്ടും കർത്താവിനെ സ്തുതിച്ച് പാടാം. നമുക്ക് ദൈവത്തിൻ പുത്രനാം യേശുപൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ, എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ, എന്നെ കരുതാൻ താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം, എത്ര ധന്യമേ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എന്നും മോദമായി. താൻ വാഴുകയാൽ
കൊതിയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കർത്താവിനെ കാണുക, കർത്താവിൻ്റെ വരവിന് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. കർത്താവിനെ കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾ കൊതിയോടെ വാഞ്ചയോടെ ആയിരിക്കണം. ആ കർത്താവിൻ്റെ മുഖമൊന്ന് കാണുവാൻ നമുക്ക് എത്രത്തോളം നമുക്ക് ആശ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ എപ്പോഴും നമ്മൾ അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടെ ആ ഒരു വല്ലാത്തൊരു അതിനകത്ത് എത്രത്തോളം ഇത് പറഞ്ഞാൽ നമ്മൾക്ക് മതിയാവത്തില്ല. അതുപോലൊരു വാഞ്ചയോടെ നമ്മൾ കാത്തിരിക്കും നമ്മുടെ കർത്താവിൻ്റെ മുഖമൊന്ന് കാണുവാൻ. കണ്ടാൽ നമുക്ക് എത്രത്തോളം നമുക്ക് കൊതി തീരുമോ? തീരത്തില്ല. നമ്മൾ ആ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങാം. നമ്മൾ ഈ ലോകത്ത് നമ്മൾ കുറച്ചു കാലം, അതായത്
നമ്മളുടെ ഓരോ ദിവസം നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ഈ ലോകത്തു നിന്നുള്ള നമ്മുടെ ആയുസ് കുറഞ്ഞു. മറിച്ച് നമ്മുടെ കർത്താവിനോട് ചേരുവാനുള്ള ദിവസവും നമ്മൾക്കടുത്തു. ആ ഒരു ബോധ്യം, ആ ഒരു നല്ല ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മൾക്ക് ദൈവം തരുന്ന ഈ നിമിഷം എന്തിനാ? നമ്മൾ ഒന്നും കൂടി കർത്താവിനോട് അടുക്കുവാൻ, അനുരൂപപ്പെടുവാൻ, നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിനോടടുത്ത് ഈ ഓട്ടക്കളത്തിൽ നല്ല സ്ഥിരതയോടെ ഓടി നമ്മൾ ആ നിത്യ വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് തരുന്ന ഈ ഓരോ നിമിഷവും. അത് നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും അത് അറിഞ്ഞിരിക്കണം. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം നമ്മൾ നന്നായി ഓടുവാൻ, കർത്താവിന് വേണ്ടി ജീവിച്ച് ആ നിത്യ വീട്ടിൽ നമ്മൾ എത്തിച്ചേരുവാൻ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ഓരോ നിമിഷവും ഇനി അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഇനി സമയം നമ്മുടെ മുമ്പിലില്ല. നമ്മൾ ഒരുങ്ങി ജീവിക്കുക, നമ്മൾ മാനസാന്തരപ്പെടുക, നമ്മളെല്ലായിടത്തും മടങ്ങി വരിക കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. നമ്മൾക്ക് വീണ്ടും കർത്താവിനെ പാടി സ്തുതിക്കാം. നിത്യ വീടൊന്നുണ്ടവിടെ എത്തി
താങ്ക് യു ലോർഡ്. ഇത്രത്തോളം പാടുവാനും ആരാധിക്കാനും ദൈവം നമ്മളെ സഹായിച്ചു. ഇതിൽ ഈ ലൈവിൽ കടന്നു വരികയും ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗ്രാഫി മീഡിയ എന്ന ഈ പേജിലെ അഡ്മിനായിരിക്കുന്ന പാസ്റ്ററിനോടും എല്ലാം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളേക്ക് ഇതിലേക്ക് ക്ഷണിച്ചതിനായി ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ഒരിക്കൽ പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കും. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കരത്തിലേക്ക് വീണ്ടും ഞങ്ങളെ തരുന്നു അപ്പ. ഇത്രത്തോളം ഞങ്ങളെ അങ്ങ് സഹായിച്ചുവല്ലോ, പാടുവാനും പ്രാർത്ഥിപ്പാനും. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അങ്ങ് ഇട നൽകി. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പ ഞങ്ങൾ ഇവിടെ ഇരുന്നും ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കുകൊണ്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇതവർക്ക് ഈ കേട്ടതെല്ലാം ദൈവമേ അവർക്കൊരു വിടുതലിന്, ആശ്വാസത്തിന് കാരണമായി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവമേ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനേകം പേർ ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടിയും കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് പ്രാർത്ഥന യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ.